ശ്രീ വിജിൻ, ഒരുപക്ഷെ അദ്ദേഹം വസന്ത് ആദ്യം മുതൽ പറയുന്നത് ഇതിൽ ആദ്യം ആയി പ്രസ്താവന നടത്തിയത്, അതിൽ ദുരന്തമുഖത്ത് അതിൻ്റെ ആനന്ദം കണ്ടെത്തിയത് മന്ത്രി AK ശശീന്ദ്രനാണ്. കോൺഗ്രസ്സുകാർ, അതായത് UDF ചാമക്കാല ഒന്നും പറഞ്ഞിട്ടില്ല, ആര്യടൻ ഷൗക്കത്തൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പ്രശ്നം ഇപ്പോൾ ശശീന്ദ്രൻ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. മന്ത്രി എന്താണ് പറഞ്ഞതെന്നുള്ളത് കേരളം കണ്ടതാണ്. അതിൻ്റെ വഴിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി കേൾപ്പിക്കുകയും ചെയ്യാം. വിജിൻ, അല്ല, ഇവിടെ വളരെ കൃത്യമായി തന്നെ അങ്ങ് UDF പ്രതിനിധി വാദിച്ച കാര്യങ്ങളുടെ മറുപടിയും സത്യസന്ധമായ ഭാഗങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ദാരുണമായ അപകടങ്ങൾ തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. അനന്തുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു പ്രിയപ്പെട്ട കുഞ്ഞനുജനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് എന്തുകൊണ്ടുണ്ടായി, ഈ ദാരുണമായ അപകടം എന്തുകൊണ്ടുണ്ടായി എന്നതെല്ലാം നാം ചർച്ച ചെയ്ത ഒന്നാണ്. ഇവിടെ നിയമം ലംഘിച്ചുകൊണ്ടാണ് കാട്ടുപന്നിയെ കെണിയിൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ വൈദ്യുതി വേലി, അതൊരു പ്രത്യേകമായ കെണിയാണ്. ആ കെണി ഒരുക്കി കാട്ടുപന്നികളെ പിടിച്ച് അത് വിൽപ്പന നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം ഇവിടെ വന്നിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം വന്നിട്ടുണ്ട്. ഈ അപകടം നടന്നയുടൻ ഈ കക്ഷി, ഈ വിനീഷ് എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനോ കുട്ടികളെ രക്ഷപ്പെടുത്താനായിരുന്നില്ല. വീട്ടിലേക്ക് വിളിച്ച് ബാഗെടുത്ത് തനിക്ക് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കണ്ടു. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ ശക്തമായി ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായി. വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വനനിയമങ്ങളുമായി ബന്ധപ്പെട്ടും കാട്ടുമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനം എടുക്കേണ്ട സമീപനം, കേന്ദ്രം എടുക്കേണ്ട സമീപനം, ഇതെല്ലാം നമുക്ക് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനായ M സ്വരാജ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ, ഒരുപക്ഷെ UDFൻ്റെ പ്രതിനിധി അത് കേട്ടോ എന്നറിയില്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ അവിടെ അതേ പഞ്ചായത്തിൽ പുത്തിരിപ്പാടത്ത് ഒരു തെങ്ങുകയറ്റ തൊഴിലാളി, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം സമാനമായ നിലയിലുള്ളൊരു മരണം നടന്നപ്പോൾ അവിടെ ഒരു കുത്തിയിരിപ്പ് സമരം ഉണ്ടായിരുന്നില്ല. ഇത് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ഒന്നാമത്തെ ഭാഗം, ഒരപകടം മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ അപകടത്തിൽ കുത്തിയിരിപ്പില്ല, വഴിതടയലില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ അനന്തു മരണപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ പ്രകടനമായി മാറുന്നു. ചാമക്കാലയുടെ നേതൃത്വത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ പ്രസ്താവനകൾ വരുന്നു. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എങ്ങനെ തോന്നുന്നു? അതാണ് വളരെ ഗൗരവമായ ഭാഗം. ഇന്നലെ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഒരു അപകടമുണ്ടായി, വളരെ പ്രയാസകരമായ ഒരു അപകടമുണ്ടായി. ചൂട്ടാട് കടലിൽ കുളിക്കാനിറങ്ങിയ 12 വയസ്സുകാരൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് ഒരു വലിയ വേദനയോടാണ് ആ നാടെല്ലാം കണ്ടത്. അതിൽ രാഷ്ട്രീയമോ ഒന്നുമില്ല. പക്ഷേ ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുക, അനന്തുവിൻ്റെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ കേവലം ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് 2 മാസം മുന്നേ കോൺഗ്രസ്സുകാരനായ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോൾ ഇല്ലാത്ത വഴിതടയൽ, രാത്രിയിൽ അനന്ത് മരണപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രസ്താവനയുണ്ടാകുന്നു, UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്നു. അവിടെയാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി പറയുന്നത് ഒരു ഗൂഢാലോചനയാണ്. ഏതിനെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്? അനന്ത് മരണപ്പെട്ട് ആ വേദനയിൽ നാട് നിൽക്കുമ്പോൾ, വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഒരു കുഞ്ഞുമകൻ്റെ മരണത്തിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് അതൊരു പ്രകടനമായി മാറ്റാനും സർക്കാർ സ്പോൺസേഡ് ആണെന്ന് പ്രഖ്യാപിക്കാനും? അവിടെയാണ് വനമന്ത്രി പറയുന്നത് ഇവിടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. കാര്യം വ്യക്തമാണല്ലോ. ഇവിടെ കൃത്യമായി രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി ഈ ഉപതെരഞ്ഞെടുപ്പിൽ അല്പമെങ്കിലും വോട്ടാക്കി മാറ്റിക്കളയാം എന്ന ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ പറയുന്ന പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. വനവുമായി ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യണം. എവിടെയാ കേരള സർക്കാർ ഇതിൽ ഇടപെടാത്ത പ്രശ്നം നിൽക്കുന്നത്? എത്ര തവണ കത്തയച്ചു കേന്ദ്രത്തിന്? ഞങ്ങൾ എത്ര തവണ ആവശ്യപ്പെട്ടു കേന്ദ്രത്തോട്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വന്ന വനനിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഇപ്പോൾ ഉള്ള കേന്ദ്ര നിയമം നിൽക്കുന്നത്. ഞങ്ങൾ എത്ര തവണ ആവശ്യപ്പെട്ടു, കാറ്റഗറി ചേഞ്ച് ചെയ്യൂ, സംരക്ഷിത മൃഗം പട്ടിക 2ൽ നിന്ന് ഈ കാട്ടുപന്നിയെ മാറ്റൂ. എത്ര തവണ ആവശ്യപ്പെട്ടു? കാറ്റഗറി 1ലാണ് കടുവയും ആനയും ഒക്കെ. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണം. സംസ്ഥാന സർക്കാരിന് പറ്റുമോ? ചർച്ച ചെയ്യുന്ന ജനങ്ങൾ പറയട്ടെ, UDFൻ്റെ പ്രതിനിധി പറയട്ടെ. നിങ്ങളിങ്ങനെ അന്ധമായ വിധത്തിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങൾ യാഥാർത്ഥ്യത്തെയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ വനമന്ത്രിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് എന്തൊക്കെ നിർവഹിക്കാൻ പറ്റുക?
ആ നിർവഹിക്കാൻ പറ്റുന്നതിന് അങ്ങേയറ്റം ചെയ്തില്ലേ? നിങ്ങളുടെ പഞ്ചായത്തല്ലേ ഇവിടെ കാട്ടുപന്നിയെ പഞ്ചായത്തുകൾക്ക് വെടിവെച്ച് കൊല്ലാൻ അനുമതി കൊടുത്തല്ലോ? ഈ പഞ്ചായത്ത് UDF-ന്റെ പഞ്ചായത്തല്ലേ? അത് എത്രമാത്രം നിങ്ങൾ നിർവഹിച്ചു? ഇവിടെ പരിശോധിക്കുക.